ഇതാണ് നമ്മുടെ അനയിട്ടോ. അപ്പോൾ അനയ്ക്ക് ഒരു പരാതിയുണ്ട്. ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ ചാനലിൽ ഒരു വീഡിയോയിലും അവനെ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അവൻ്റെ പരാതി. കാരണം വേറൊന്നല്ല, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവനെ കാണാറില്ല, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തോടു കൂടി ആ ഒരു പരാതി ഞാൻ അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളിതേ കുറച്ച് ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ട്, കുറച്ച് ലഡ്ഡുമൊക്കെ തിന്നുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ കൂടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചേച്ചിമാരും അവരുടെ മക്കളും ഒരാളുടെ ഹസ്ബൻഡും എല്ലാവരും വന്നിട്ടുണ്ട്. ഹസ്ബൻഡിന് 2 ചേച്ചിമാരാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ 2 പേരുടെ ഹസ്ബൻഡുമാർ പുറത്താണ്, അതിലൊരാൾ നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആളും ഫാമിലിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും കൂടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് വിശേഷം എന്നുള്ളത് അല്ലേ. ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 37ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. അപ്പം നമ്മൾ ചെറിയ രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചെറിയ രീതി എന്ന് ഞാൻ പറയാൻ കാരണം 2 ചേച്ചിമാരും അവരുടെ ഫാമിലിയും വരുമ്പോൾ തന്നെ കുടുംബം നിറഞ്ഞു, ഫാമിലി അങ്ങോട്ട് നിറഞ്ഞു. സത്യം പറഞ്ഞാൽ ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ നമ്മുടെ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു കേക്കൊക്കെ മേടിച്ചു. അതായത് എല്ലാവരും ചേർന്ന് ചെറിയ രീതിയിലൊരു കേക്കൊക്കെ മേടിച്ച് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്ത് ഇവർ തന്നെ ചേരുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ്. കാരണം എല്ലാവരും കൂടുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണല്ലോ. വീട്ടിൽ തന്നെയുണ്ട് ഒരു കല്യാണത്തിനുള്ള ആൾക്കാർ. അപ്പോൾ അത് എല്ലാവരും കൂടിയിട്ടുണ്ട്. എല്ലാവരും മക്കളും എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. വല്ലപ്പോഴും ഇവരൊക്കെ എല്ലാവരും ഒരുമിച്ച് കിട്ടാറുള്ളൂ. അങ്ങനെ വരണ ദിവസങ്ങളിൽ വീട്ടിലൊരു ഉത്സവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞു കേക്കൊക്കെ മേടിച്ച് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാണ്. അച്ഛനെ അമ്മേനെ ഒന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്ലാനൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് മാത്രം ഒരു ജസ്റ്റ് ഒന്ന് വിഷയം മാത്രമേ ചെയ്തിട്ടുണ്ടായുള്ളൂ. സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഇവർ വരുന്ന കാര്യം ഒന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സർപ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ 2 പേരും ഓരോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രേഷ്മ ചേച്ചി കൊണ്ടുവന്നത് അച്ഛനും അമ്മയ്ക്കുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. 2 പേർക്കും ഒരേ മോഡലിലുള്ള സാരിയും ഷർട്ടും ഇതാണ് അവർ കൊണ്ടുവന്നത്. അങ്ങനെ അതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്യാൻ ഞാൻ വിട്ടുപോയി. ഫോട്ടോ ഫ്രെയിം അൺബോക്സ് ചെയ്തായിരുന്നു, സാരി അൺബോക്സ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ലൊരു സാരിയും പിന്നെ ഒരു ഷർട്ടും ആയിരുന്നു കേട്ടോ. അങ്ങനെ 2ാമത്തെ ചേച്ചിയും ഹസ്ബൻഡും കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഫ്രെയിം കേട്ടോ. 2 വർഷം മുമ്പ് ഇവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആരും അറിയാണ്ട് തന്നെ ഫോട്ടോ നമ്മൾ കൊടുത്തതിന് ശേഷം ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരണം ഇത് കേട്ടോ. നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ചേർന്ന് ഓരോ ഫോട്ടോകളും കാര്യങ്ങളും എടുക്കണം. മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാവരായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ലൊരു ഫോട്ടോ ഫ്രെയിമാണ്, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും ചേർന്ന് ഓരോ ഫോട്ടോ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ഓരോരോ സന്തോഷങ്ങൾ. ഈ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ വോയിസ് ഇടാൻ ഞാൻ കുറേ നേരമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഓരോരോ തടസ്സങ്ങളാണ് ഏത് നേരും. ഇപ്പോൾ ഫൈനലി ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ചാനൽ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റാ.